നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മധുരയിൽ നിന്നുമാണ് ന്യൂസ് ആൻഡ് വ്യൂസുമായി ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ രണ്ട് വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്താ സാഹചര്യമാണ് ഇന്ന് മലയാളികൾക്ക് മുമ്പിലുള്ളത്. അതിലൊന്ന് CPIഎമ്മിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിപുലമായ ചർച്ചകളുടെയും വാർത്തകളുടെയും ഒരു തലം. മറ്റൊന്ന് വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് അതിന്മേൽ നടക്കുന്ന ചർച്ച, അവിടെ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, അതിന്മേൽ വോട്ടെടുപ്പ്, നാളെ അത് രാജ്യസഭയിലേക്ക് വരാൻ പോകുന്നു. ഈ രണ്ട് ദേശീയ വാർത്താ സാഹചര്യവുമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഈ ചർച്ചയുടെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാവുക. ദില്ലിയിൽ നിന്ന് ഈ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സിബി അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് തന്നെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമായ, രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ യോജിച്ച ഐക്യനിര, പോരാട്ട നിര രൂപപ്പെടേണ്ടത് ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്ക് എതിരെയാണ്. അതിൽ തന്നെയുമുള്ള ഇടത് ഐക്യത്തിൻ്റെ ഒരു അനിവാര്യത, യോജിച്ച ഇടത് ഐക്യനിര, അതോടൊപ്പം തന്നെ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ യോജിച്ച ഐക്യനിര ഇതുണ്ടാവേണ്ടതുണ്ട്. പാർലമെൻറ്റിനകത്തും അതേപോലെ തന്നെ പാർലമെൻറ്റിന് പുറത്തും അതിശക്തമായ സമരങ്ങൾ ഏറ്റെടുക്കുക. നിലവിൽ തന്നെ CPIഎം ആ നിലയിൽ, CPIഎമ്മിൻ്റെ വർഗ ബഹുജന സംഘടനകളൊക്കെ ദേശീയതലത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള വലിയ സമരങ്ങൾ, മുന്നോട്ട് കൊണ്ടുപോകുന്ന സമരങ്ങൾ, തെറ്റായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ, കർഷക സമരങ്ങൾ, ഇതെല്ലാം പാർലമെൻറ്റിന് പുറത്ത് മോദി സർക്കാരിനെതിരായ ഹിന്ദുത്വ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായ രാജ്യത്തെ സമരങ്ങളുടെ, രാജ്യത്തെ പോരാട്ടങ്ങളുടെ, രാജ്യത്തെ ശക്തമായ പ്രതികരണത്തിൻ്റെ തലമാണ്. അതിനെ കൂടുതൽ മികവാർന്ന നിലയിലേക്ക്, കൂടുതൽ ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ, മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന സെഷനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് പറഞ്ഞത്. ഈ സമ്മേളനത്തിൽ സൗഹാർദ്ദ പ്രതിനിധികളായി പങ്കെടുത്ത ഇടതു പാർട്ടികളുടെ പ്രതിനിധികളും ആ നിലയിലുള്ള വലിയ പോരാട്ടത്തിൻ്റെ CPIഎം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതു പാർട്ടികളുടെ സമരങ്ങളെ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിച്ചു. അവിടെ നിന്നങ്ങോട്ട് വിപുലമായ നിരവധി തലങ്ങളിലൂടെ CPIഎമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ വിപുലമായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്നിപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ അവതരണം പൂർത്തിയായിട്ടുണ്ട്. അതിന്മേൽ നാളെ പൊതു ചർച്ച ആരംഭിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഈ ചർച്ചയിലേക്ക് നമ്മളുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്നത്, CPIഎം പ്രതിനിധിയായി പങ്കെടുക്കുന്നത് ശ്രീ ജെക്സി തോമസ് ആണ്. ജെയ്ക്ക് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടെയുണ്ട്. ഇന്നത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ സെഷൻ അവസാനിച്ചിട്ടുണ്ട്. അവിടെ നാളെ പൊതുചർച്ചയാണ്. പൊതുചർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. ഗ്രൂപ്പ് ഡിസ്കഷനെ തുടർന്നാണ് പൊതുചർച്ചയിൽ ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ ഭാഗമാണ് ഈ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി പറയേണ്ടത് എന്നുള്ളതുണ്ട്. അത്തരം ചില ചർച്ചകളിലാണ്. അത് കഴിഞ്ഞാൽ ഉടൻ ജെയ്ക്ക് ഈ ചർച്ചയിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഉണ്ടാകും. അതുപോലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരും. ഈ പാനൽ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദില്ലിയിൽ നിന്ന് വഖഫ്, മുമ്പ് സൂചിപ്പിച്ച പോലെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് വഖഫ് ഭേദഗതി ബില്ലുമായി, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPIഎം നേതാവ് K രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ ഇക്കാര്യത്തിൽ സംസാരിച്ചത്. KC വേണുഗോപാൽ ബില്ലിനെ എതിർത്ത് സംസാരിച്ചിരുന്നു. അല്പം വൈകിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി സഭയിൽ എത്തിയിട്ടില്ല എന്നതൊക്കെ ആ സമയങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്ന സാഹചര്യമൊക്കെ നമുക്കിന്നൊരു പകൽ കടന്നു പോകുമ്പോൾ അറിയാവുന്നതാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ശക്തമായ വിമർശനമാണ് K രാധാകൃഷ്ണൻ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചത്. പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി മധുരയിലേക്ക് എത്തേണ്ട ആളായിരുന്നു അദ്ദേഹം. അതനുസരിച്ച് അവധി ചോദിച്ചിരുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ തിടുക്കത്തിൽ ഈ നീക്കം വന്നത്. ഉടൻ തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് അദ്ദേഹം ലോക്സഭാ നടപടികളിൽ MP എന്ന നിലയിൽ അവിടെയുണ്ട്. അതുപോലെ E.T. മുഹമ്മദ് ബഷീർ ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനിടയിൽ വളരെ വിവാദപരമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായി എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുകൂടിയുണ്ട്. നാളെ രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാകും. അതോടെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ പതിക്കും എന്നാണ് സൂചിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുരേഷ് ഗോപി. ആ നിലയിലാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെക്കുറിച്ച് സംസാരിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്നു. അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. E.T. പറഞ്ഞത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാദം 2025 കണ്ട ഏറ്റവും വലിയ തമാശയാണ് എന്ന നിലയിൽ E.T.യുടെ മറുപടി, അല്ലെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് E.T. മുഹമ്മദ് ബഷീർ പറയുകയുണ്ടായി. അങ്ങനെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ആ
നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ശ്രീ ജയചന്ദ്രൻ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ച രണ്ട് സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഒന്ന്, ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരെ എങ്ങനെയാണ് ഒരു ദിശാബോധത്തോടെ ഇന്ത്യൻ പ്രതിപക്ഷം മുന്നോട്ട് പോകേണ്ടത്. അത് പല ഘട്ടത്തിലും അറിയാം. അതിന് ശക്തമായ രാഷ്ട്രീയ ദിശാസൂചന നൽകുന്ന വിധത്തിലേക്ക് ഇടപെടൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPIM. ഒന്നാം UPA സർക്കാരിൻ്റെ മികവിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള CPIM അതിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നു. വരും വർഷങ്ങളിലേക്കുള്ള 3 വർഷക്കാലത്തേക്കുള്ള പാർട്ടിയുടെ നയവും പരിപാടികളും എല്ലാം വ്യക്തതയോടെ തീരുമാനിക്കാൻ പോകുന്ന വളരെ സമഗ്രമായ പാർട്ടി കോൺഗ്രസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഖഫ് ബില്ലിന്മേൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ച. ഈ സാഹചര്യമാണ് ഞാൻ അത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് ആദ്യം ഒന്ന് വരുന്നത്. ശരത്തെ, ഈ പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ വരുന്ന 3 വർഷക്കാലത്തെ രാഷ്ട്രീയവും സംഘടനാപരവുമായ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം വിലയിരുത്തൽ നടത്തുകയുമാണല്ലോ ചെയ്യുക. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷൻ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുശേഷം മുമ്പോട്ടുള്ള പോക്ക് എത്രത്തോളമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നിര എങ്ങനെയാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ കടന്നു വന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നതും ചർച്ച ചെയ്യുന്നതും ഇന്ന് ലോക്സഭയിൽ സംഭവിച്ച വഖഫ് ബില്ലിന്റെ അവതരണം തന്നെയാണ്. അത് കേവലം ഒരു അവതരണം മാത്രമായിട്ടല്ല, മോദി സർക്കാരിന്റെ നയപരമായ ഈ പരിപ്രേക്ഷ്യങ്ങളുടെ ആകത്തുകയിലാണ് ഇപ്പൊ ഈ ബില്ലിനെ കാണേണ്ട സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ വിരുദ്ധ ബിൽ എന്ന് ET ഉൾപ്പെടെ, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ ബിൽ എന്നുൾപ്പെടെ ആൾക്കാർ ഇത് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയല്ല. അത് ന്യൂനപക്ഷ വിരുദ്ധമല്ല, അതിനോട് യോജിക്കേണ്ടതാണ് എന്ന് കേരളത്തിൽ തന്നെ ഒരു വിഭാഗം കത്തോലിക്ക ഇത് KCBCയുടെയും CBCIയുടെയും നേതാക്കൾ പറയുന്ന സാഹചര്യം അടക്കം നിൽക്കുന്നു. അതവിടെ ഈ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പാകെ ഇന്ന് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിശ്ചയമായും പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ കടന്നു വന്ന പാതകളിൽ എത്രത്തോളം മുന്നേറാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരുന്നത്. ആ നിലയിൽ പരിഗണിക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും സ്വന്തം നിലപാടുകളിൽ അല്പം പോലും വെള്ളം ചേർക്കേണ്ട ഒരു സാഹചര്യവും CPIM-ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അന്ന് പ്രകാശ് കാരാട്ട് രാവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. മതനിരപേക്ഷതയ്ക്ക് ഉണ്ടായിട്ടുള്ള ഭീഷണി, മൊത്തത്തിൽ ജനാധിപത്യത്തിന് തന്നെ ഉണ്ടായിട്ടുള്ള ഭീഷണി, ഭരണഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള ഭീഷണി, ഇത്തരം നിരവധി ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നതെങ്കിലും ഇടതുപക്ഷത്തിന്റെ മൂല്യവത്തായ കമ്മിറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ചും CPIM അതിന്റെ പ്രതിബദ്ധത വ്യക്തമായും പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര ഭരണകൂടം രാഷ്ട്രീയ കക്ഷികളോട് മാത്രമല്ല ഓരോരോ സംസ്ഥാന ഗവൺമെന്റുകളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് കാരാട്ട് കേരള ഗവൺമെന്റ് പെർഫോമൻസിനെ എടുത്ത് അവിടെ പറയുകയും ചെയ്തത്. കേരള ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ സ്വന്തം നിലയിൽ നിന്ന് ഇച്ഛാശക്തിയോടെ പോരാടുന്നു എന്ന് മാത്രമല്ല, അത് മറ്റ് നിരവധി പ്രതിപക്ഷ ഗവൺമെന്റുകൾക്ക് കരുത്താകുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായല്ലോ. അപ്പൊ അത് നമ്മുടെ മുമ്പിലുള്ള, നമ്മൾ അറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന വസ്തുത തന്നെയാണ്. കേരളത്തിൽ ഇങ്ങനെയൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്നുള്ളത്. ആ നിലയിലാണ് അതിനെ കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. ആ നിലയ്ക്കുള്ള ചർച്ചകൾ തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ നടക്കുക. എങ്ങനെയാണ് ഇത്തരം പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുക പാർട്ടിക്ക്, സംഘടന എന്നുള്ള നിലയിൽ? പോരായ്മകൾ ഇല്ല എന്നല്ല, ഉള്ള പോരായ്മകളെല്ലാം അക്കൗണ്ട് നിരത്തി തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. ആ ചർച്ചകൾ വരുന്നുമുണ്ട്. അപ്പൊ അത്തരം പോരായ്മകൾ ഉള്ളത് തിരുത്തി ഫലപ്രദമായി മുന്നേറാൻ കഴിയുന്ന നയങ്ങൾ, പരിപാടികൾ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ രൂപപ്പെടേണ്ട വളരെ ക്ലാരിറ്റിയുള്ള
പ്രതിപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തും വിധത്തിലേക്ക് ഏതൊക്കെ തരത്തിലേക്ക് അതിൻ്റെ സംഘടനാ മികവ് അല്ലെങ്കിൽ സംഘടന കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, ഇതെല്ലാം മറുഭാഗത്ത്. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ കേരള സർക്കാർ എന്നുള്ളത് മൂന്നാം ഊഴത്തിലേക്ക് പോകും വിധത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. രാജ്യത്തെ BJP ഇതര സർക്കാരുകളുടെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചൊരു ദേശീയ ബദലായി എങ്ങനെയാണ് ഈ സർക്കാർ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ഇതെല്ലാം വളരെ വിപുലമായ തോതിൽ ഈ വരുന്ന വിവിധ സെഷനുകളിലൂടെ ഈ പാർട്ടി കോൺഗ്രസിൽ മുന്നോട്ട് പോവുകയാണ്. മധുര കോൺഗ്രസിൻ്റെ വളരെ സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളത് നാൾക്കുനാൾ കുറേ കൂടി ചർച്ച ചെയ്യപ്പെടുകയും അത് ഈ കോൺഗ്രസ് കഴിയുന്നതോടെ, പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോട് കുറേ കൂടി വ്യക്തതയോടെ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും. ഞാൻ ശ്രീ ജയചന്ദ്രൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ വസന്ത് നമ്മുടെ കൂടെയുണ്ട്. ജയ്ക്ക് ചർച്ചയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് സിബിയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നുണ്ട്. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഖഫ് ബില്ലിൽ മേൽ നടക്കുന്ന ലോക്സഭയിലെ ചർച്ച, സിബി ഞാൻ തുടക്കത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിച്ചു. ഇന്ന് നടന്ന ചർച്ചകളുടെ ഒരു പൊതുരൂപം എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ചർച്ച പൂർത്തിയാകാറായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, ബില്ല് വോട്ടിനിടുന്നത് പോലുള്ള നടപടിക്രമങ്ങളിലേക്ക് കിട്ടുന്ന ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിനും കിട്ടുന്ന വോട്ടുകൾ എത്രമാത്രം, സമാഹരിക്കുന്ന വോട്ടുകൾ എത്രമാത്രം എന്നൊക്കെ വലിയ ആകാംക്ഷയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്ക് സിബി. ശരത്ത്, ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് ഇനിയും വൈകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അല്പസമയം മുമ്പ് സഭയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മണി വരെ നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ ഒരു ഭേദഗതി ബില്ലിന്മേൽ ഈ ചർച്ചകൾക്ക് ശേഷം അത് വോട്ടിങ്ങിട്ടുകൊണ്ട് തന്നെ പാസ്സാക്കിയെടുക്കുന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. 293 അംഗങ്ങളാണ് ഈ ഭരണപക്ഷത്ത് ഉള്ളത്. ആ 293 എന്ന സംഖ്യ ഏറെ നിർണായകമാണ്. അത് കൂടിയാലും കുറഞ്ഞാലും എല്ലാം തന്നെയും അത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കിരൺ റിജിജു ഈ ഒരു ബില്ല് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഒരു അവകാശവാദവുമായി ഈ ബില്ല് വെച്ചത്. പക്ഷേ ആ ബില്ല് തന്നെ നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം അപ്പോൾ തന്നെ ബഹളം വയ്ക്കുകയും ഭരണ പ്രതിപക്ഷ വാക്പോരിലാണ് ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. പിന്നീട് ഭരണപക്ഷവും പ്രതിപക്ഷവും അംഗങ്ങളെല്ലാം തന്നെയും ഏകദേശം 7 മണിക്കൂറിലധികമായി ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് CPIMന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് K. രാധാകൃഷ്ണൻ MP ഈ ഒരു ബില്ലിനെ ശക്തമായി എതിർത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ല് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറയുന്നു. മുസ്ലിം വിഭാഗം രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് മഹാഭൂരിപക്ഷ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തായാലും ബിൽ മതസ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്നും K. രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് കേരളത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് അടക്കം അറിയാമല്ലോ, പണ്ട് 1987 കേരളത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ഒരു അംഗത്തിൻ്റെ പേര് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആണെന്നൊരു തെറ്റിദ്ധാരണയിൽ വലിയ കലാപം ഉണ്ടായതെല്ലാം നിലയും അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ സഹമന്ത്രിയായ സുരേഷ് ഗോപി പെട്ടെന്ന് ക്ഷുഭിതനായി എഴുന്നേറ്റ് നിൽക്കുകയും പിന്നീട് എൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കേരളം പാസ്സാക്കിയ പ്രമേയം നാളെ രാജ്യസഭയിൽ ഈ ബിൽ പാസ്സാക്കുന്നതോടെ അത് അറബിക്കടലിൽ പതിക്കുമെന്നെല്ലാം തന്നെയും അദ്ദേഹം ക്ഷുഭിതനായി സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി ലോക്സഭയിൽ കാണുകയുണ്ടായി. എന്തായാലും പിന്നീട് KC വേണുഗോപാലും എല്ലാം തന്നെയും ഈ ബില്ലിനെ ശക്തമായി എതിർത്തു. അതോടൊപ്പം തന്നെ അമിത്ഷാ ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ഈ ബില്ല് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണ്, അത് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബില്ലാണെന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും പ്രതിപക്ഷ വാക്പോരാണ് ഈ ബില്ലിന്മേൽ എപ്പോഴും നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ E.T. മുഹമ്മദ് ബഷീർ ചൂണ്ടിക്കാട്ടിയത് ഒരു ന്യൂനപക്ഷ സ്നേഹമെന്ന് പറയുന്നത്, അമിത്ഷായുടെ ന്യൂനപക്ഷ സ്നേഹമെന്ന് പറയുന്നത് ഈ 2025 ഏറ്റവും വലിയ തമാശയാണെന്ന് E.T. മുഹമ്മദ് ബഷീറും പരിഹസിക്കുന്നതും കണ്ടു. എന്തായാലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ മാറി ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു ബില്ലാണെന്ന് ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇത് മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതിനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും കാരണമാകുന്ന ബില്ലാണെന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 മണി വരെ ഈ ചർച്ച നീളുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. ശരത്ത്,
ശരി സിബി, ഈ ചർച്ച മുന്നോട്ട് പോവുകയാണ്. 10 മണി വരെ ചർച്ച ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം പോകാം എന്നുള്ളത് കൂടിയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ സംസാരിക്കാൻ ഇടയുള്ള ആളുകൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും ധാരണകൾ ഉണ്ടോ? അതുപോലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സംസാരിച്ചു. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ സംസാരിക്കുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബിൽ കിരൺ റിജിജു ലോക്സഭയിൽ വയ്ക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യം ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ഇത് ആ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. പിന്നീട് ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത്. പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും ലോക്സഭയിൽ ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ ബില്ലിന്മേൽ ഇനിയിപ്പോൾ ഇതിൽ ഗൊഗോയിയാണ് ആദ്യം സംസാരിച്ച് തുടങ്ങിയത്. പക്ഷേ പിന്നീട് കോൺഗ്രസിൻ്റെ വിവിധ എംപിമാർ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇനി രാഹുൽ ഗാന്ധി സംസാരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് വളരെ വലിയ, പ്രത്യേകിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യം, അതുകൂടാതെ അദ്ദേഹം ആ ബില്ലിന്മേൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടന എല്ലാ നിലയും ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാ നിലയും ഈ ആശയക്കുഴപ്പം പ്രകടമായിരുന്നു. പിന്നീട് ഒരുമിച്ച് ഈ ബില്ലിനെ എതിർക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ശരത്ത്. ഏതായാലും സിബി, അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് സിബിയിൽ നിന്ന് തന്നെ അറിയാം എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും അത് സിബിയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിച്ച് അദ്ദേഹം തന്നെ സംസാരിച്ച് നോക്കൂ, കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ പോലും ഏത് നിലയിലാണ് ഈ ചർച്ചാവേളയിൽ അതിനെ സമീപിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകും എന്ന നിലയിലേക്കുള്ളൊരു നിലപാടടക്കം സ്വീകരിച്ചുകൊണ്ട് ഭരണപക്ഷം എങ്ങനെയാണ് ഈ ബില്ലിനെ കാണുന്നത് എന്ന് അവരുടെ ഓരോരുത്തരുടെയും സമീപനത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഈ ബില്ലിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് വിവിധ പാർട്ടികളുടെ അംഗങ്ങളൊക്കെ അവരുടെ വാദഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ പോലെ രാജ്യത്ത് വേണ്ടതൊരു യോജിച്ച പോരാട്ടത്തിൻ്റെ ഒരു തലമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിനകത്തേക്ക് ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സാന്നിധ്യം എന്നതുള്ള അനിവാര്യമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ ബില്ലിൽ എതിർത്ത് സംസാരിക്കുമോ? ആ പ്രതിപക്ഷ പോരാട്ടത്തിനെ വിവിധ പാർട്ടികളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എത്രമാത്രം അതൊക്കെ സാധ്യമാകും? അത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ളത് കാത്തിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും 10 മണിവരെ ചർച്ച പോകുന്നു. ഇനിയും ചർച്ചയ്ക്ക് ബാക്കി സമയം അവശേഷിക്കുന്നു എന്നതുകൂടി നമ്മുടെ മുമ്പിൽ അറിവായിട്ടുള്ള വിവരം സിബി സൂചിപ്പിച്ചതുപോലെ. ഞാൻ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്കാണ് വരുന്നത്. വസന്ത്, ഇപ്പോൾ രാജ്യത്ത് BJPക്കെതിരായ അതിൽ തന്നെ രാജ്യത്തെ CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഹിന്ദുത്വ കോർപ്പറേറ്റുകളാണ് രാജ്യത്തെ ഈ ഭരണാധികാരത്തിലൂടെ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു സമര പോരാട്ടം തന്നെ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട്. അത് പാർലമെൻറ്റിനകത്തും പുറത്തും. അതിന് വേണ്ടുന്ന നിലയിലേക്ക് ആ നിലയിൽ CPIM അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ വിവിധ തലങ്ങളിൽ ഇതിനോടകം നടത്തിപ്പോരുന്ന സമര ചരിത്രമുണ്ട്, സമര യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനെ കുറെ കൂടി ശക്തമാക്കേണ്ടത് എങ്ങനെ, അതിലൂടെ എങ്ങനെയാണ് CPM കുറെ കൂടി വിപുലമായി ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് അതിൻ്റെ പാർട്ടി കോൺഗ്രസിലൂടെ ചർച്ച ചെയ്യുന്നത്. അവിടെ കോൺഗ്രസ് എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടി ആ നിലയിൽ ആ ഉത്തരവാദിത്തങ്ങൾ കുറെ കൂടി കാര്യക്ഷമമായി ഏറ്റെടുക്കേണ്ടത് ഒരു അനിവാര്യതയല്ലേ? ആ വിമർശനം കോൺഗ്രസ് നേടുന്നില്ലേ? അതിപ്പോൾ പാർലമെൻറ്റിനകത്തായാലും പാർലമെൻറ്റിന് പുറത്തേക്ക് ഈ ലോക്സഭാ കാലയളവിൽ പുതിയ സർക്കാർ വന്നതിനു ശേഷം സമരങ്ങൾ ഏറ്റെടുക്കുക, ആ സമരങ്ങളിലൂടെ ഒരു പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലേക്ക് കോൺഗ്രസ് ഇനിയും മാറേണ്ടതല്ലേ? അത്തരം നിരീക്ഷണങ്ങളും വിമർശനങ്ങളും അത്തരം അനിവാര്യതകളും പൊതുവിൽ ചർച്ചയാകുന്നുണ്ട് രാജ്യത്ത് മറ്റു പാർട്ടികളിൽ, പ്രത്യേകിച്ച് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലൊക്കെ. അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടേതാകട്ടെ, രാഷ്ട്രീയ നിരീക്ഷകരുടേതാകട്ടെ, CPIMൻ്റെ തന്നെ ഭാഗത്തു നിന്നാകട്ടെ ഒക്കെ സംഭവിക്കുന്നുണ്ട് വസന്ത്. അപ്പോൾ കുറെ കൂടി പാർലമെൻറ്റിന് പുറത്തും മോദി സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുക്കാൻ, ആ നിലയിലേക്ക് പ്രതിപക്ഷത്തെ റാലി ചെയ്യിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരായ രാജ്യത്തെ പ്രതിപക്ഷ പോരാട്ടം എന്നത് കുറെ കൂടി തീവ്രമായ നിലയിലേക്ക് മാറുകയുള്ളൂ. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ
നിശബ്ദമായൊരു അടിയന്തരാവസ്ഥ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും അങ്ങ് പോകുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 126 കേസുകൾ ED രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 96 കേസുകൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ബാക്കി 10-12 കേസുകൾ മറ്റ് പ്രതിപക്ഷത്തിനെതിരെയും 5 കേസുകൾ മാത്രം BJP നേതൃത്വത്തിനെതിരെയുമായി മാറുകയാണ് നമ്മൾ പോകുന്നത്. അവരുടെ വാക്ക് കേൾക്കാതെ നിന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ സിന്ധ്യയുടെ മകനെതിരെ കേസെടുക്കുന്നു. അവർ BJP കേന്ദ്ര നേതൃത്വത്തോട് എന്റെ പിഴ ഏറ്റു പറയുമ്പോൾ ആ കേസ് തേച്ചു മായ്ക്കപ്പെടും. കോൺഗ്രസിനെതിരെ എടുത്ത കേസുകളിൽ പല നേതാക്കളും BJP-യിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കേസ് ഇല്ലാതാകും. അജിത് പവാറിനെതിരെ ഉണ്ടായ കേസ് നമുക്കറിയാം, ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്ന് അമിത്ഷാ തന്നെ. അപ്പൊ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്, യാതൊരു സംശയവും അതിൽ വേണ്ട. അപ്പോ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് അടക്കം രാജ്യത്ത് കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായി ചേരാനും ആ പ്രതിപക്ഷ ഐക്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും തയ്യാറാവണം. ഇടതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലടക്കം എന്നുള്ളത് ഒരു ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് ആണെങ്കിൽ പോലും ഇടതുപക്ഷ വ്യതിയാനം CPM-ന് കേരളത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നത് ചിന്തിച്ച് നിങ്ങൾ മാറ്റത്തിന്റെ വഴിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തുകയല്ല ആവശ്യം, മറിച്ച് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് മറ്റെന്തിനെ എതിർക്കേണ്ട സമയത്തും ഇപ്പോ ഒരു തുലാസിൽ നമ്മൾ എന്താ പറയുന്നത് കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ CPM-ന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ DMK-യുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം വെക്കുമ്പോഴും ഇപ്പുറത്തെ തുലാസിൽ ഫാസിസ്റ്റ് നയം പുൽകുന്ന ഒരു സർക്കാർ ഇരിക്കുമ്പോൾ ആ തട്ടാണ് താഴ്ന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം കോൺഗ്രസ് ഇറ്റ്സെൽഫ് ഞാൻ അംഗീകരിക്കുകയാണ്, ഞങ്ങളും നിങ്ങളുമെല്ലാം ഈഗോ മാറ്റിവെച്ച് സമര പോരാട്ട രംഗത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അതിൽ കോൺഗ്രസിന് വിശാലമായ കാഴ്ചപ്പാടാണുള്ളത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ രാജസ്ഥാനിൽ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായത്, മധ്യപ്രദേശിൽ ഒരു സീറ്റ് ഞങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വളരെ കാര്യമായാണ് സീതാറാം യെച്ചൂരി അടക്കം പരിഗണിച്ചിരുന്നത്. അങ്ങേക്ക് അറിയാമല്ലോ, കേരളത്തിന് അപ്പുറത്ത് വലിയൊരു ക്യാൻവാസിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതാണ് യാഥാർത്ഥ്യം. സീതാറാം യെച്ചൂരി കഴിഞ്ഞ എന്താണ് പറയുന്നത് പ്രതിപക്ഷ ഐക്യനിരയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് വഹിച്ച പങ്കിനെയൊന്നും ചെറുതായി കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ വിഷണറിയായ ഒരു ലീഡർ ഉണ്ടായി വരേണ്ടത് ആവശ്യകതയുമാണ്. എനിക്ക് തോന്നുന്നു പാർട്ടി കോൺഗ്രസ് അങ്ങനെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളാണ് കൂടുതൽ എന്നതുകൊണ്ടും കേരളമാണ് ഭരണമുള്ള സംസ്ഥാനം എന്നതുകൊണ്ടും സ്വാഭാവികമായും ഫണ്ട് ചെയ്യേണ്ട സംസ്ഥാനം എന്നുള്ള നിലയിലും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും വരണമെന്ന് വാശി പിടിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ സീതാറാം യെച്ചൂരി ഒരു വിഷണറി ലീഡറാണ്, ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ പ്രതിപക്ഷ ഐക്യത്തിന് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, അതിനൊരു ബ്രിക്ക് സ്റ്റോണായി മാറാൻ പറ്റുന്ന ഒരു നേതാവ് CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളുണ്ട് ശ്രീ ശരത്. ഒന്നിപ്പോ അങ്ങയുടെ ഡൽഹി റിപ്പോർട്ടർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല, എന്നിട്ട് കൈരളിയുടെ റിപ്പോർട്ടറിന്റെ വാർത്ത കണ്ട് രാഹുൽ ഗാന്ധി വന്നു എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായും 38ാമത്തെ മിനിറ്റ് തൊട്ട്, ഈ ചർച്ച ആരംഭിച്ച് 38ാമത്തെ മിനിറ്റ് തൊട്ട് പാർലമെന്റിൽ ഉണ്ട്. 2, രാഹുൽ ഗാന്ധി വെള്ളം കുടിക്കാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ ഒരു പണിയെടുക്കുന്നത്? അത് തെറ്റല്ലേ? സ്വാഭാവികമായി അത് BJP-ക്ക് വഴിവെക്കുന്ന പണിയിലേക്ക് പോകില്ലേ? രാഹുൽ ഗാന്ധി ഈ ഇതിൽ സംസാരിക്കില്ല എന്ന് ബില്ല് അവതരിപ്പിക്കുന്നത് 12 മണിക്കാണ്. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. ഇതുപോലൊരു സുപ്രധാനമായ ബില്ല് അവതരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ആ പ്രതിപക്ഷത്തെ ആകെ ലീഡ് ചെയ്യാൻ ഏതൊരു വ്യക്തിയുമാവട്ടെ, ഒരു പ്രതിപക്ഷ നേതാവ് ആ സഭയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് മാധ്യമങ്ങൾ അത് വാർത്തയായി കൊടുക്കുന്നില്ലെന്നും ഒരു അപാകതയില്ല. വസന്ത് തന്നെ പറഞ്ഞു 38ാമത്തെ മിനിറ്റിലാണ് 11 മണിക്ക് ലോക്സഭ ആരംഭിച്ച് 12 മണിക്ക് ബില്ല് അവതരിപ്പിച്ച് ആ 12-ന് ശേഷം 12:38 മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. ഭരണപക്ഷം എത്രമാത്രം ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും കൃത്യതയോടെ അവരുടെ ആംഗിളിൽ നിന്ന് ഈ ബില്ലുമായി സഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സൈന്യാധിപൻ തന്നെ തോന്നുംപടിയാണ് സഭയിലേക്ക് വരുന്നത് എങ്കിൽ ആ സൈന്യത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആളുകൾ സംശയിക്കില്ലേ, ചോദിക്കില്ലേ? അതിൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഇന്ന് ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പ്രോഗ്രാംസ് ഉണ്ടാവും, ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ഉണ്ടാവും. അത് തീർത്ത ശേഷം അദ്ദേഹം വരുന്നു. ഇനി 10 മണി വരെ ചർച്ച നീണ്ടുപോവുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം സഭയിൽ സംസാരിക്കുന്നതിൽ സംശയം വേണ്ട. എവിടെ നിന്നാണ് ഡൽഹി ബ്യൂറോ ചീഫിന് റിപ്പോർട്ട് പാർലമെന്റിന് പുറത്ത് എന്ത് ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ഇതുപോലൊരു സുപ്രധാനമായ ബില്ലിന്റെ സമയത്ത്? വസന്ത്, മനസ്സിലാവാത്തൊരു കാര്യമാണ് വസന്ത് പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ ആ വിഷയം എടുത്തിട്ടല്ല, നിങ്ങൾ തന്നെയാണ് അത് ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ അത് കിട്ടാൻ സാധിക്കും.
ഡൽഹി ബ്യൂറോ ചീഫ് അതൊന്ന് ബന്ധപ്പെട്ടാൽ മതി, സ്വാഭാവികമായും കിട്ടും. നോക്കൂ, സ്വാഭാവികമായും അദ്ദേഹം പാർലമെന്റിനുള്ളിൽ സംസാരിക്കും. ശ്രീ KC വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ തന്നെ രണ്ടാമനാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് വളരെ അസിഗ്നിതമായി കോൺഗ്രസ് സംസാരിക്കും എന്നല്ല വസന്ത്. നോക്കൂ ഈ നേരം വരെ ഇന്ന് ഗൊഗോയാണ് ആ വിഷയത്തിൽ സംസാരിച്ചത്. നടന്ന കാര്യങ്ങളെ സിബി സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇനി ഈ ചർച്ച അവസാനിക്കാൻ ഇത്ര സമയം ബാക്കിയുണ്ട്. സ്വാഭാവികമായും ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിൻ്റെ പൊതുവായ എതിർപ്പ് അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കൺക്ലൂഡ് ചെയ്ത് ആ വിമർശനം, ആ എതിർപ്പ് അവതരിപ്പിച്ച് വെക്കുന്നതെങ്കിൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തുടക്കത്തിൽ ഇതൊക്കെ സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുമോ, പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിൻ്റെ പൊതുവായ എതിർപ്പിനെ അഡ്രസ്സ് ചെയ്യുമോ സഭയിലെന്ന് ചോദിക്കുന്നതിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ആ ആകാംക്ഷയുണ്ടെന്ന് മാത്രമാണ് അതിനർത്ഥം അദ്ദേഹം സംസാരിക്കില്ല എന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഇനിയും ചർച്ച ബാക്കിയുണ്ട്, ചർച്ചയ്ക്ക് സമയം ബാക്കിയുണ്ട്. തീർച്ചയായും ശ്രീ ശരത് അങ്ങ് നോക്കൂ, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പ്രശ്നമില്ല. നോക്കൂ, കോൺഗ്രസിന്റെ ഈ രാജ്യത്തെ തന്നെ രണ്ടാമനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആ ചർച്ച ഓപ്പൺ ചെയ്തു. ചർച്ചയുടെ മധ്യഭാഗത്തിൽ AICCയുടെ പ്രസിഡന്റ്, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു വെച്ചു. ഇനി ഈ ചർച്ചയെ കൺക്ലൂഡ് ചെയ്യുക, സാരാംശവൽക്കരിക്കുക ആരായിരിക്കും? പ്രതിപക്ഷ നേതാവ് തന്നെ ആയിരിക്കും, സംശയം വേണ്ട. അദ്ദേഹം വളരെ കൃത്യമായി വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഇനി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് പ്രതിപക്ഷ ഐക്യതയെ ഒതുപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ എന്നതിൽ യാതൊരു സംശയമാണ്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ എത്രയോ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോ അത്തരത്തിലൊരു ഒരു കാര്യം കൂടി അത്തരത്തിലൊരു മുന്നോട്ട് പോകൽ നമുക്ക് ആവശ്യമാണ്. ഹിന്ദുവായും ഹിന്ദുവിസവും എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുത്വയുടെ കൂടെ കൂടണം എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മലയാളത്തിലെ ഒരു സിനിമ പോലും ദേശീയ അടിസ്ഥാനത്തിൽ വിൽപ്പന ചരക്കാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെ അടികൂടുകയാണ്, ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ്. എനിക്കത് അതിലെവിടെയാണ് അടികൂടൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വസന്ത്. ഒരിടത്തും അടികൂടലില്ല. ഒരേ നിലപാടോടുകൂടി തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെയും ഇതിലൊരു നിലപാട് സ്വീകരിക്കുക. ആ നിലപാടിൽ നിന്നുകൊണ്ട് കുറെ കൂടി തീവ്രമായി ഇടപെടണം, സമരം ചെയ്യണം എന്ന് പറയുന്ന തരം കാഴ്ചപ്പാടുകളേ ഉള്ളൂ. അതേതെങ്കിലും അടികൂടലല്ല. നിലവിലെ ആ പോരാട്ടത്തെ കുറെ കൂടി ഊർജ്ജസ്വലമായി തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്താഗതി ശക്തമാണ് എന്ന് മാത്രമാണ് ഞാൻ ആ ഭാഗത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, ദേശീയ തലത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോക്കിയാൽ പാർലമെൻറ്റിന് പുറത്ത് മോദി സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ നില കൂടി വരുമ്പോൾ ഇപ്പോൾ ഇടതു പാർട്ടികൾ, അതിൽ തന്നെ CPIM-ൻ്റെ തന്നെ വർഗ ബഹുജന സംഘടനകൾ, അഖില ഇന്ത്യ കിസാൻ സഭ എത്ര ശക്തമായി അതിതീവ്രമായി നിരന്തരമായി രാജ്യത്തെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട്, കാരണം കർഷകർക്ക് ശക്തമായ എതിർപ്പ് മോദി സർക്കാരിനോടുണ്ട്. അതിനവർ ഏതറ്റം വരെയും സമരം ചെയ്യാൻ തയ്യാറുമാണ്. ആ സമരം ചെയ്യാനുള്ള അവരുടെ സമരവീര്യത്തെ വളരെ ശക്തമായ രാഷ്ട്രീയ ബോധ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കിസാൻ സഭ വഹിക്കുന്ന പങ്ക് എന്നുള്ളത് അത് ഒരു തർക്ക വിഷയം പോലുമല്ല. ആ സമര നേതാക്കൾ ഇന്നും എൻ്റെയൊക്കെ മുമ്പിലൂടെ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ട് ഈ കർഷക നേതാക്കൾ അശോക് ധാവളെ അടക്കം, ബിജു കൃഷ്ണൻ അടക്കം, കൃഷ്ണപ്രസാദ് അടക്കം എത്രയോ നേതാക്കൾ സമരരംഗത്ത് നിന്നാണ് ഈ പരിപാടിയിൽ ഈ പാർട്ടി കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CITUവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിശക്തമായ ഈ തൊഴിലാളികൾ എതിർക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾക്കെതിരായ സമരം ഇനിയും പൊതുപണിമുടക്കിലേക്ക് രാജ്യം പോകാൻ പോകുന്നു. അപ്പോൾ ഈ സമരങ്ങളെ അതിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് അതിനോട് മികവുറ്റ സംഭാവന നൽകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. മറിച്ച് ഇപ്പുറത്ത് കേരളത്തിലേക്ക് വരൂ ശ്രീ ജയചന്ദ്രൻ. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഒരു BJP വിരുദ്ധ രാഷ്ട്രീയത്തെ അതിശക്തമായി പ്രതിഫലിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിനകത്ത് അവർക്ക് 100% മാർക്സിസ്റ്റ് വിരുദ്ധതയാണ് എന്നുള്ള നിലയിലേക്കല്ലേ അവരാകെയും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ED പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ എത്രമാത്രം സെലക്റ്റീവാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ലഭിക്കേണ്ട അവകാശപ്പെട്ട ധനപരമായ അവകാശങ്ങളെ ഹനിക്കുമ്പോൾ അതിനെതിരായി ഏത് നിലയാണ് സ്വീകരിക്കുന്നത്?
അങ്ങനെ ഓരോന്നും ഇപ്പോൾ വിഴിഞ്ഞം VGF-ൻ്റെ കാര്യമെടുക്കാം, വയനാടിൻ്റെ കാര്യത്തിലെടുക്കാം, ധനവിഹിതത്തിൻ്റെ കാര്യത്തിലെടുക്കാം, നികുതി ഗ്രാൻഡിൻ്റെ കാര്യത്തിലെടുക്കാം, നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഓരോ ക്വാർട്ടറിലും നമ്മളുടെ റൈറ്റായി കിട്ടേണ്ട പണത്തെ പിടിച്ചു വെക്കുകയാണ്. അതിൽ വലിയ എഫേർട്ട് എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് തരം നിലപാടാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരായ വലിയ പോരാട്ടം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ സമീപനത്തെ വളരെ സ്വാഭാവികമായും വിശകലനം ചെയ്യില്ലേ? അതിലേതെങ്കിലും തരത്തിലുള്ളൊരു അപാകതയുണ്ടോ? ഈ പോരായ്മകൾ, ഈ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ വ്യതിയാനമാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനിടയിലെ ഭിന്നതയായി അതിനെ കാണേണ്ടതുണ്ടോ? വസന്ത് ഇപ്പോൾ പറഞ്ഞത് കേരളത്തിലെ പാർട്ടിക്ക്, ഗവൺമെന്റിന് ഇടതുപക്ഷ വ്യതിയാനം സംഭവിച്ചു എന്നുള്ള ഒരു അഭിപ്രായമാണല്ലോ പറഞ്ഞത് ശരത്തെ. ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ദിശാവ്യതിയാനവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഒരു രാഷ്ട്രീയ ബദൽ, സാമ്പത്തിക ബദൽ അവതരിപ്പിക്കാനായി സമുജ്വലമായി കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ രേഖയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ബോധ്യവും. അതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു നില. ഈ ഇടതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ ഇടതുപക്ഷ വിരുദ്ധതയിൽ അഭിരമിക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കമുള്ള ഒരു നാടാണ് കേരളം. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ വിരുദ്ധതയെക്കുറിച്ച് പറയുന്നത്, ഇടതുപക്ഷ വ്യതിയാനം നടത്തിയ ഗവൺമെന്റാണ് ഇതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്ഥലത്തെ പൊതുവിൽ ഞാൻ ആ വിഷയത്തിൽ നിന്ന് പോകുമല്ല, വസന്ത് ഇത് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ കർഷക സമരം നടന്നപ്പോൾ 2021 മുതൽ അതിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കാരെ എങ്ങനെയാണ് അണിനിരത്തിയത് എന്നുള്ളത് രാജ്യം കണ്ടതാണ്. അത് CPM-ന്റെ പങ്ക്, പിന്നെ അശോക് ധാവ്ളെ, മറിയം ധാവ്ളെ, ബിജു കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വപരമായ ഇടപെടലുകൾ, ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു ചരിത്രമുണ്ട്. ആ മഹാരാഷ്ട്രയിൽ തന്നെയാണ് കോൺഗ്രസിന് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയേണ്ടി വന്നത്. ഈ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള കോൺഗ്രസ് ഇന്നേ വരെ തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിലയിരുത്തൽ നടത്തിയതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ വസന്ത് പറഞ്ഞോളൂ. ഓക്കെ. ഇവിടെ അത് കഴിഞ്ഞ് നേരെ ശരത് സൂചിപ്പിച്ചു, ഈ ട്രേഡ് യൂണിയൻ പണിമുടക്ക് നടക്കാൻ പോകുന്നു. ലേബർ കോഡുകൾ അവര് പുറത്തിറക്കിയിട്ട് 2023 4 ലേബർ കോഡുകൾ മൊത്തത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് INTUC അടക്കമുള്ള BMS അടക്കമുള്ള രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ CIT-യുടെ നടത്തുന്ന എത്രയോ കാലമായി നിരന്തരമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുണ്ട്. അതൊന്നും പരിഗണിക്കാതെയാണ് ഇത് കൊണ്ടുവരുന്നത്, അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ. അതൊക്കെ നടക്കുമ്പോഴാണ് മറ്റൊരു പ്രക്ഷോഭം, അതായത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ 7 പ്രാവശ്യം പിണറായി വിജയൻ ഓണറേറിയം കൂട്ടി. മറ്റേത് ഈ ഫിക്സഡ് അലവൻസ് ഉണ്ടല്ലോ, ആ ഫിക്സഡ് അലവൻസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ സമരമില്ല, ഞങ്ങൾക്ക് പിണറായി വിജയനെതിരെ സമരമുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം, സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്, LDF പറയുന്നുണ്ട്, നിരവധി ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ശരിയാണ്, പിണറായി വിജയനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, കേന്ദ്രത്തിനെതിരെ അല്ല സമരം ചെയ്യേണ്ടത്. പക്ഷേ സാർ, 2014 മുതൽ 2025 വരെ ഒരു പൈസ പോലും അലവൻസിൽ കൂട്ടിയിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? അതൊക്കെ ഉണ്ടാക്കുക ശരിയാണ്. പക്ഷെ പിണറായി വിജയനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, LDF സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. ഈ നിലപാട് ആരെ സഹായിക്കാനാണ്? BJPയെ സഹായിക്കാൻ അല്ലെങ്കിൽ എന്നുള്ളത് കോൺഗ്രസ് പറയുമോ? INTUC അവസാന നിമിഷം വരെ വിഘടിച്ചു നിന്നു, പക്ഷേ നിർബന്ധിച്ച് രംഗത്തിറക്കുകയും ചെയ്തെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോ ഈ ചെയ്യുന്ന സമരങ്ങളിൽ പാർട്ടിയെ, CPM-നെ എതിർക്കാം, രാഷ്ട്രീയമായി എതിർക്കാം. പക്ഷെ ഒരു ഗവൺമെന്റിനെ എതിർക്കുമ്പോൾ എന്താണ് എതിർക്കുന്നതിന്റെ നയം, അതിന്റെ നിങ്ങളുടെ നയമാറ്റം ഏത് തലം വരെ ഉണ്ട്, അതെങ്ങനെയാണ് BJPയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തതല്ല വസന്തേ, അത് ഉണ്ട് അവിടെ. അത് നിലനിൽക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഇന്ന് പാർലമെന്റിൽ പറയുന്നത് അറബിക്കടലിലാണ് വഖഫ് നിയമം ഏകണ്ഠമായി കേരള സംസ്ഥാനം നിയമസഭ പാസാക്കിയ ആ നിയമം അറബിക്കടലിൽ എറിയും. ആരെറിയും? അവരെറിയും അത്രേ. ആര്? യൂണിയൻ ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു സംശയം വരുന്നത് സ്ഥലത്ത് എന്താണെന്ന് അറിയുമോ? ഈ വഖഫ് നിയമം പാസാക്കിയത് ആരാണ്? ആരെങ്കിലും ഒളിച്ചു കടത്തിയതാണോ ഈ വഖഫ് നിയമം?
അത് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയതാണെന്നാണ് ഞാനും ശരത്തും വസന്തും എല്ലാം പഠിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമത്തിന് പല നിയമങ്ങൾക്ക് അപാകത ഉള്ളതുപോലെ തന്നെ വഖഫ് നിയമത്തിൽ അപാകത ഉണ്ടെങ്കിൽ അപാകതകൾ എന്താണെന്ന് എടുത്തു വെച്ച് ചർച്ച ചെയ്യണം. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അതിനു പകരം ഈ നിയമം അപ്പാടെ തന്നെ അപ്രസക്തമാക്കണം എന്ന് പറഞ്ഞ് വാദിക്കുകയും അതിനുവേണ്ടി കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽപ്പെട്ട ചിലർ കേരളത്തിലെ MP-മാർ ഗവൺമെന്റിനോട് യോജിച്ചു നിന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ആർക്കറിയാം, ക്രൈസ്തവ സഭയ്ക്കറിയാം എന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കാസ്റ്റ് ഡിവൈഡിന് വേണ്ടിയാണ് BJP ചെയ്യുന്നത്. ജാതീയമായ വിഭജനം, അതാണ് കാസ്റ്റ് ഡിവൈഡ്. ആ കാസ്റ്റ് ഡിവൈഡിന് വേണ്ടിയാണ് ഈ പരിപാടി. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഡിവിഷൻ മാത്രമല്ല, അതൊരു ഡിവൈഡാണ്. മുസ്ലിം സമുദായത്തിനെ, ആ കാസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക, ക്രൈസ്തവർക്കെതിരാണവർ എന്ന് വരുത്തി തീർക്കുക. ആ ഡിവൈഡിൽ ഇപ്പോൾ ആർ എസ് എസിന്റെ വിചാരധാര തന്നെ താങ്കൾക്ക് നന്നായി അറിയാവുന്ന, നമ്മൾ ഒരുപാട് ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ RSSനെ സംബന്ധിച്ച്, സംഘ് പരിവാറിനെ സംബന്ധിച്ച് അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്ന് നോക്കിയാൽ അവർ രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കളായി ആരെയൊക്കെ കാണുന്നു. അതിൽ മുസ്ലിം മാത്രമല്ല, അതിൽ ക്രൈസ്തവർ വരുന്നുണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട്. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ശ്രദ്ധേയമായ നിരീക്ഷണമുണ്ട്, അതിനകത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നു. മുസ്ലിമുകളെ മാത്രം ആ നിലയിൽ, ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് സംഘ് പരിവാർ സമീപിക്കുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കലാണ് ക്രൈസ്തവ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കാൻ പലപ്പോഴും BJP നേതാക്കളിലൂടെ, സഭാ നേതൃത്വങ്ങളിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ആത്യന്തികമായി സംഘ് പരിവാറിനെ സംബന്ധിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായ അവരുടെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞവരൊക്കെയും പെടും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒടുവിൽ അവർ നമ്മളെ തേടി വരുമ്പോൾ നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന നിലയിലേക്ക് വരുന്നൊരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പരിസരം സൃഷ്ടിച്ചിരിക്കുന്നതും ആ നിലയ്ക്കല്ലേ? ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിച്ചിരിക്കുന്നതും ആ നിലയ്ക്കല്ലേ? തീർച്ചയായിട്ടും അത് നോക്കിയാൽ കാണാം. ശരത്ത്, എന്താണെന്നറിയുമോ, ഇന്ന് ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രീ റിജിജു പറയുകയാണ് മുനമ്പം വിഷയം. എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ? എന്താണ്? മുനമ്പം വിഷയം ഇതുവഴി പരിഹരിക്കപ്പെടും, അങ്ങനെ പരിഹരിക്കപ്പെടൂ. എന്ത് വിചിത്രമായ നിലപാടാണത് എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? മുനമ്പം വിഷയത്തിലാണ് ഈ ക്രൈസ്തവ സഭയിലെ ചിലരും പിടിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കാൻ ഈ ബില്ല് വന്നാൽ കഴിയുമത്രേ. ഇത് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന് പ്രത്യേകിച്ചും അറിയാം, LDFന് അറിയാം, UDFൽ മുസ്ലിം ലീഗിന് നന്നായിട്ട് അറിയാം. അത് ചെയ്യണമെങ്കിൽ സർക്കാരിനാണ് പരിഹരിക്കാൻ കഴിയുക. കേരളത്തിൽ സർക്കാർ അസന്നിഗ്ധമായി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ അവിടുന്ന് ആരെയും കുടിയിറക്കി വിടില്ല, വഴിയാധാരമാക്കില്ല, സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. അതാണല്ലോ പ്രതിപക്ഷ നേതാവും അതിനോട് യോജിക്കുകയാണല്ലോ ചെയ്തത്. പാണക്കാട് തങ്ങളും അതിനോട് യോജിക്കുകയല്ലേ ചെയ്തത്. ET അടക്കമുള്ള MP-മാർ അതിനോട് യോജിക്കുകയല്ലേ ചെയ്തത്. സർക്കാരിന്റെ നിലപാട് കറക്റ്റ് സ്റ്റാൻഡാണ്, ശരിയായ പൊസിഷനാണത് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റൂ. വഖഫ് ബോർഡിന് ചെയ്യാൻ പറ്റില്ല, ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റില്ല, കോടതിക്ക് ചെയ്യാൻ പറ്റില്ല, ട്രിബ്യൂണലിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഈ ഭേദഗതി പാസ്സാക്കുന്നതിലൂടെ മാത്രം ചെയ്യാൻ പറ്റും എന്നാണ് റിജിജുവിന്റെ കണ്ടെത്തൽ. അത് കണ്ടെത്തലല്ലെന്നും അത് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള വെറും ആശയ പ്രചാരണം മാത്രമാണ് എന്നും എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്ക്. പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ള കബളിപ്പിക്കലും കൊണ്ട് വരുമ്പോൾ അതിന്റെ പിന്നാലെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ന്യൂനപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടവർ, അവരുടെ ഇത്തരം രാജാരോപങ്ങളിൽ വീഴുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വസന്തേ, അവിടെയാണ് ഇവർക്ക് ഈ കേരള സർക്കാർ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് മുനമ്പത്തെ ഒരാൾ പോലും കുടിയിറക്കപ്പെടില്ല എന്ന് പരസ്യമായി സ്വീകരിച്ച നിലപാടുണ്ടല്ലോ, ആ നിലപാടിന് ഊന്നൽ കൊടുക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയുമാണ് ക്രൈസ്തവ സഭ ചെയ്യേണ്ടത്. അവരുടെ ആവശ്യം അതാണല്ലോ. ആ ആവശ്യത്തിന് പിന്നാലെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുമ്പോൾ എന്തിനാണ് ഈ ബില്ലിന്റെ പുറകെ അനാവശ്യമായി ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത്തരം ചർച്ചകളിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന അഭിപ്രായം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. സ്ഥലത്തെ ശരി,
വസന്ത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നേരത്തെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ചർച്ചയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ദേശീയ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും അതിൽ കോൺഗ്രസിൻ്റെ റോളും, അതിൽ കോൺഗ്രസ് കുറേ കൂടി പ്രൊആക്റ്റീവായി എങ്ങനെ പോകണം, സമരരംഗത്ത് കോൺഗ്രസ് ഇല്ലാത്തത് എന്തുകൊണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായി വന്നു കഴിഞ്ഞു. അതേസമയം സമരം ചെയ്യുന്നത് ആര് എന്നുള്ളതും ഈ ചർച്ചയുടെ ഭാഗമായി വന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വയം സൃഷ്ടിച്ചു വെക്കുന്ന നിങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട്. അത് പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് നിരന്തരം വിട്ടുനിൽക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ പൂർണ്ണമായും മാർക്സിസ്റ്റ് വിരുദ്ധമായൊരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാനാകുന്നുള്ളൂ. നിങ്ങൾക്ക് പൊതുദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മൃദു ഹിന്ദുത്വ നിലപാടുകൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ബി ജെ പി അവിടെയാണ് പലപ്പോഴും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന നിലയിലേക്ക് തന്നെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത വിധം നിന്ന് പെരുമാറുന്നു. കോൺഗ്രസ്സുകാർ തന്നെയാണ് അങ്ങനെ ഒരു ധാരണയിൽ ജീവിച്ചും പോരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന നിങ്ങളുടെ തന്നെ നിലപാടില്ലായ്മ കൊണ്ടും ഉറച്ച സംഘ്പരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കാത്തതിൽ നിന്നും ഉണ്ടാകുന്നൊരു അവസ്ഥ കൂടിയാണ്. പകരം നിങ്ങൾക്ക് ആകെ കൈമുതലായിട്ടുള്ളതൊരു മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്. നോക്കൂ, ഞാൻ ഇപ്പോഴും പറയുന്നു, എത്രയോ വിഷയങ്ങളിൽ ഏറ്റവും അടക്കം വന്ന നിരവധിയായ വിഷയങ്ങൾ പരിശോധിച്ചാൽ പോലും കർണാടകയും തമിഴ്നാടും അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സർക്കാരുകളെക്കാളൊക്കെ മികവിൻ്റെ 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഒന്നല്ല, ഒരുപിടി വിഷയങ്ങളിൽ, ഒരുപിടി സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ബെസ്റ്റ് ആൾട്ടർനേറ്റ് ഇതുപോലൊരു കാലത്ത് എങ്ങനെ സാധ്യമാകും എന്നത് പരിശോധിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ സ്റ്റേറ്റായി കേരളം മാറുകയാണ്. ആ കേരളം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് അത് കാഴ്ചവെക്കുകയാണ്. അത് ആ നിലയിൽ പരിശോധിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിലേക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, വിദേശത്ത് നിന്ന് വരുന്ന വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ തന്നെ അഭിവാദ്യ സന്ദേശങ്ങളിലൊക്കെയും ബെസ്റ്റ് ആൾട്ടർനേറ്റ് പാർട്ടി ഗവൺമെൻറ് എന്ന നിലയിൽ ഗവേണൻസിൻ്റെ കാര്യത്തിൽ കേരളം കാഴ്ചവെക്കുന്ന മികവിനെക്കുറിച്ച് അവർ പരാമർശിക്കുന്നുണ്ട്. അങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കാനോ ബി ജെ പിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ ഒന്നും കഴിയാതെ മാർക്സിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടിലൂടെ മാത്രം പോകുന്ന പ്രതിപക്ഷമായി പരിമിതപ്പെടുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളാകെ നിങ്ങൾക്ക് തന്നെ പരാജയം സമ്മാനിക്കുന്ന വിധമായി തീരുന്നു. ഈ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അങ്ങനെയും കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് നിലപാടുകളുടെ കാര്യത്തിൽ. വസന്ത്, അല്ല ശ്രീ ശരത്, നോക്കൂ, അങ്ങ് പറയുന്നത് പോലെ ഈ അഖില ലോക തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആശംസകൾ, ആ ആശംസകൾ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു ബദൽ സർക്കാർ, ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ്, അത് കേരളത്തിലെ CPM സർക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ അത് അതിശയമില്ല. കാരണം ലോകത്തിൽ ആദ്യമായി ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലെ ആണെങ്കിൽ, ലോകത്തിൽ അവസാനമായി ഇപ്പോൾ നിലനിൽക്കുന്ന ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ there is no another alternative to put forward. മുമ്പോട്ട് എടുത്തു കാണിക്കാൻ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് വസന്ത് തന്നെ സ്വയം സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വിമർശനം ശരിയാണ് എന്നുള്ളത്. ഏത് നിലയിലാണ് ഞാനിത് പറയേണ്ടത്? അത് ആ നിലയിലാണ് നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകുന്നതല്ലാതെ നിങ്ങൾക്ക് ഒരു പടി പോലും മുകളിലേക്ക് ഉയരാൻ കഴിയില്ല എന്നുള്ളതല്ലേ നിങ്ങൾ സ്വയം സമ്മതിക്കുന്നത്. ഈ നിലവാരത്തിലും ഈ നിരീക്ഷണങ്ങളിലുമാണ് വസന്തിൻ്റെ പാർട്ടിയും പോകുന്നതെങ്കിൽ കേരളത്തിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? അല്ല, ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ സത്യമാണ്. അത് അങ്ങ് അംഗീകരിക്കുക, അത് അങ്ങയുടെ കാര്യമാണ്. നോക്കൂ, ഇതന്നെയാണല്ലോ യാഥാർത്ഥ്യം. ജനാധിപത്യപരമായി അധികാരത്തിലുള്ള ലോകത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ഇതൊരു കോംപ്ലിമെന്റ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വിവിധ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ആവശ്യമാണ്, അവരുടെ ആവേശമാണ്. ഇതിനെ ഞാൻ അംഗീകരിക്കാം. നോക്കൂ, രണ്ടാമതായി നിങ്ങൾ ഈ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുമ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയ്ക്കുള്ളിൽ ഉറഞ്ഞു തുള്ളിയ, അദ്ദേഹം എപ്പോഴും ഉറഞ്ഞു തുള്ളുന്ന ആളാണ്, ഈ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അറബിക്കടലിൽ എടുത്ത് കളയണം എന്ന് പറഞ്ഞ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം സഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന ആരാണ്? കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? അതെ, കേന്ദ്രത്തിൻ്റെതായ കാലങ്ങളിലൊക്കെയും കേരള നിയമസഭയിൽ പാസാക്കപ്പെട്ട ഓരോ പ്രമേയങ്ങളും അവതരിപ്പിച്ചതും മുമ്പോട്ട് കൊണ്ടുവന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? അപ്പോൾ അങ്ങനെ മൃദു ഹിന്ദുത്വമാണ്, മൃദു BJP ആണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഒരു പട ഉദാഹരണങ്ങൾ എനിക്ക് എടുത്തു വെക്കേണ്ടതായി വരും. ശ്രീ MJ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ വ്യതിയാനം ഉണ്ടായോ എന്ന് ചിന്തിക്കണം. അത് ഞാനൊരു കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിലാണ്
ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ വ്യതിയാനം ഉണ്ടായെങ്കിൽ അത് പഠിക്കണം. ഇല്ലെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തിരുത്തണ്ടേ. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തിരുത്തണ്ടേ, സ്വാഭാവികമായും തിരുത്തണം. അത് എല്ലാ കാലഘട്ടങ്ങളിലും പാർട്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ പ്രാവശ്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇടതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നി, തിരുത്തേണ്ട ആവശ്യമില്ല. രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങ് നേരത്തെ പറഞ്ഞു, എന്റെ അവസാനത്തെ പോയിന്റിനെ അങ്ങ് എഡ്ജ് ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞത് ഈ കുഞ്ഞു കുട്ടികളുടെ രീതിയിലുള്ള പരാമർശം. അതാണ് ഞാൻ പറഞ്ഞത്, വ്യതിയാനം സംഭവിക്കുന്നത് നിങ്ങൾക്കാണ്. വസന്ത് നോക്കൂ, നിങ്ങൾ വസന്ത് ഇടതു വ്യതിയാനം എന്ന് പറയുമ്പോൾ അതിന് ആധികാരികമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. ഈ ഇടതു വ്യതിയാനം എന്ന് 4 തവണ പറഞ്ഞാൽ അതാകില്ല. 2, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് രൂപപ്പെടണമെങ്കിൽ ആ പാർട്ടിക്കകത്തും ആ പാർട്ടിയുടെ ആശയ പരിസരങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നം രൂപപ്പെടേണ്ടതുണ്ട്. നിലവിൽ അങ്ങനെ ഒരു വ്യതിയാനത്തിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമോ അത്തരം നിരീക്ഷണങ്ങളോ ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ വ്യതിയാനത്തിലേക്ക് പോകുന്നത് നിങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും ആ നിലയിൽ നിങ്ങൾ ദുർബലപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ തൊട്ടിപ്പുറത്ത് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തൊട്ടിപ്പുറത്ത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒരു പരിധിയുമില്ലാതെ ചേർത്ത് പിടിച്ചൊരു സഹകരണ മുന്നണി സംവിധാനത്തിലേക്ക് പോവുകയാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു സംഘടന എന്ന നിലയിൽ അവർക്കിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടല്ലോ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവരുമായിട്ടടക്കം നിങ്ങൾ സഹകരിക്കണം. നേരത്തെ അവർ തെരഞ്ഞെടുപ്പുകളിൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴതല്ല. അവർ വെൽഫെയർ പാർട്ടി അടക്കം രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ SDPയുമായി അടക്കം നിങ്ങൾ സഹകരിക്കാൻ. നിങ്ങൾക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത്. മറുഭാഗത്ത് BJPയെ ശക്തമായി പ്രതിരോധിക്കാൻ കേരളത്തിൽ കഴിയുന്നില്ല. ആ വ്യതിയാനമല്ലേ നിങ്ങൾ നേരിടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ വ്യതിയാനങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന 7ഉം 8ഉം തീയതികളിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICC കമ്മിറ്റി തന്നെ ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇനി ഇപ്പൊ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങ് SDPIയുടെ കാര്യം പറഞ്ഞു. SDPIയുമായി ചേർന്ന് കേരളത്തിൽ എത്ര പഞ്ചായത്തുകൾ CPM ഭരിക്കുന്നുണ്ട്? 1 ഡസൻ ഞാൻ പറയാം. എന്റെ നാട്ടിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. മദനിക്കൊപ്പം അത് വെറും വാദമാണ്. പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് വസന്തിന് അറിയാമായിരിക്കും, അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചോളുക. അത്തരം തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് വോട്ടുകൾ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അതേ തുടർന്ന് രാജിവെച്ച ചരിത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചുള്ളത്. സഹകരിച്ച് പ്രവർത്തിച്ചിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പുകളിൽ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണം വേണ്ട എന്ന് തീരുമാനിച്ച് രാജിവെച്ചു പോയ ചരിത്രമാണുള്ളത്. നിങ്ങൾ ഓരോ കേസെടുത്ത് പരിശോധിക്കുക. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ ഒന്നും, അല്ലെങ്കിൽ SDPയുടെ പിന്തുണയോടെ ഒരു പഞ്ചായത്തിൽ പോലും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ വസന്ത് ആദ്യം കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വന്നത് ആരാണ്? നിഷേധിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങൾ സഹിതമുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? കണ്ടതല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സഹകരിച്ച് വെൽഫെയർ പാർട്ടിയുമായി മത്സരിച്ചില്ലേ? ആ ദൃശ്യം പഴങ്ങുവാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. ഒന്ന്, അങ്ങ് പറയുന്ന പോലെ പഞ്ചായത്ത് രാജ് നിയമം അങ്ങനെ പഠിപ്പിച്ചതുപോലെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. സ്വാഭാവികമായും പാലക്കാട് BJP വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയിൽ നിന്ന് സ്വാഭാവികമായും 2ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടിയാണ്. തുലോം വോട്ടിന്റെ വ്യത്യാസമാണ് കോൺഗ്രസുമായി കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ ഉണ്ടാവുന്നത്. അപ്പോ അവിടെ BJP ജയിച്ചില്ല എന്ന് കണ്ടപ്പോ SDPI ഒരു പ്രകടനം നടത്തിയല്ല അതിന്റെ അർത്ഥം ഞങ്ങൾ അവരുമായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് സഖ്യം നടത്തി എന്നാണോ? അവർക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും തോറ്റാൽ ദുർബലമാണ് ആ വാദം. വസന്ത, ദുർബലമാണ് ആ വാദം. നെവർ അങ്ങനെയായിരുന്നില്ല. പാലക്കാട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ മികച്ച സഹകരണത്തോടെ പോകുന്നതിന്റെ ക്രെഡിറ്റ് ആണ് അവര് വിജയാഹ്ലാദ പ്രകടനത്തിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതാണ് അതിന്റെ വ്യത്യാസം. യാതൊരു സംശയമില്ല. നിങ്ങളുടെ പ്രവർത്തകർ ഇറങ്ങും മുമ്പ് ഞങ്ങൾക്ക് ഇതിനകത്തൊരു റോൾ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് SDPI പ്രകടനം നടത്തിയത്. നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഒരു ചാനൽ ആ സ്ഥാനാർത്ഥിയോട് വർഗീയതയ്ക്കെതിരായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് വ്യക്തതയോടെ മറുപടി പറയാതെ പോയ ഘട്ടത്തിൽ ഒരു വാർത്താവതാരക ചോദിക്കുന്നുണ്ട്, അതും ഇതും പറഞ്ഞു പോകാതെ ഇതിന് മറുപടി പറയണം എന്ന് വളരെ സരസമായി പറയുന്നത് കണ്ടു. ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പാണെങ്കിൽ ആരുടെയും വോട്ട് വാങ്ങുമെന്ന നില പറയുമ്പോഴും വർഗീയതയ്ക്കെതിരാതെ സന്ധി ചെയ്യാത്ത നിലപാടുണ്ട് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല വസന്ത്. അത് RSSന്റെ വോട്ടായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടായാലും SDPയുടെ വോട്ടായാലും വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെന്നേ. എന്താ സംശയം? അങ്ങ് വഴങ്ങാമോ? ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങ് പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ പ്രശ്നത്തെ പറ്റി പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ 2.5 ആഴ്ചക്കാലം നിങ്ങൾ ഭരിച്ചു. 2.5 ആഴ്ച കഴിഞ്ഞാണ് ഇത് വെച്ചത്. അപ്പോഴാണോ നിങ്ങൾക്ക് തോന്നിയത് SDP ആണല്ലോ, വർഗീയ കക്ഷിയാണല്ലോ എന്ന്? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നിങ്ങൾ ഭരിച്ചത് 19 ദിവസമാണ്. 19 ദിവസം
19 മണിക്കൂറല്ല. എന്തുകൊണ്ടാണ് അടുത്ത മണിക്കൂർ രാജിവെക്കാൻ സാധിക്കാഞ്ഞത്? തിരുവനന്തപുരത്ത് എന്റെ മറ്റേ രണ്ടും എനിക്ക് പ്രിസൈസ് ആണ്. തിരുവനന്തപുരത്തെ കണക്ക് ശരിയാണെങ്കിൽ 1 മാസത്തോളം നിങ്ങൾ ഭരിച്ചു. അഭിമന്യുവിന്റെ നാട്ടിൽ ഭരിച്ചില്ലേ SDPI ചേർന്ന്? അപ്പൊ അങ്ങനെ കണക്ക് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ഇനി ഇടതുപക്ഷ വ്യതിയാനത്തെ പറ്റി കൂടി പറഞ്ഞു പോയേക്കാം, സമയം തീരാൻ പോകുന്നതാണ്. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ വസന്ത്, ഓക്കെ, നിങ്ങൾ ചില ഉദാഹരണങ്ങൾ പറയാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചല്ലോ. ഞാനൊന്ന് ഇടവേളയിലേക്ക് പോവുകയാണ്, റൈറ്റ്. പക്ഷേ ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾ ഒടുവിൽ പരിമിതമായ ദിവസങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു. ആ ദിവസങ്ങൾക്കുള്ളിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ അവർ സ്വീകരിച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അധികാരം വേണ്ട എന്ന് വെക്കാൻ ആ രാഷ്ട്രീയ സംവിധാനത്തിന് കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ വളരെ പരസ്യമായി അവരുടെ വോട്ടുകൾ സമാഹരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കൺവീനറായ MM ഹസൻ തന്നെ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തുന്നു. ആ നിലയിൽ എന്നിട്ട് വ്യാജമായ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി നടത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി നടത്താൻ ശ്രമിച്ചു ഈ സമീപകാലത്ത്, അതെല്ലാം കളവായിരുന്നു എന്ന് തെളിഞ്ഞു. ഇങ്ങനെ ലഭിച്ച അധികാരങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, വർഗീയതയോട് സന്ധി ചെയ്യില്ല എന്ന് പറയാൻ വസന്ത്, കേരളത്തിൽ യാതൊരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിന് കഴിയും. നിങ്ങളവിടെ അക്കാര്യത്തിൽ നിശ്ചയമായും വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വസന്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പറഞ്ഞോളൂ വേഗത്തിൽ. ഇതൊന്ന് അങ്ങ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞോളൂ. ഒന്ന്, പിണറായി വിജയനൊപ്പം ചേർന്നിരിക്കുന്ന മദനി, നിങ്ങൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വേദി. 2, അങ്ങ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എന്താണ് അമീറിനെ കാണാൻ പോയ UDF ചെയർമാനെ പറ്റിയാണ്. രണ്ടാം പിണറായി ഗവൺമെന്റ് വരുന്നതിന് തൊട്ടു മുമ്പ് ഇലക്ഷൻ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ പിണറായി വിജയനെ വിമർശിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാണ് ഹാലിളകുന്നത് എന്ന് ചോദിച്ച പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അന്നത്തെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് അതൊന്നും നോക്കിയാൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് ഐക്യം പ്രഖ്യാപിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് പരസ്പരം പോരടിക്കുകയല്ല വേണ്ടത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് പാർട്ടി കോൺഗ്രസ് ആണ് മുഖ്യ ചർച്ചയായി ഇന്ന് എടുത്തതും നിങ്ങളുടെ ടൈറ്റിൽ കാണുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് CPM ശക്തി പ്രാപിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വലിയ ഇരുട്ടുള്ള, വലിയ അന്ധകാരമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും അങ്ങുമുള്ളത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. സ്വാഭാവികമായും ആ അന്ധകാരം മാറണമെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷ ഐക്യനിര ഉദിച്ചുയർന്നു വരേണ്ടതുണ്ട്. അതിന് CPM-ന്റെ ആവശ്യമുണ്ട്, DMK-യുടെ ആവശ്യമുണ്ട്, കോൺഗ്രസിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഈ സംഘപരിവാരത്തിനെതിരെ, ഈ ഫാസിസ്റ്റ് ഒന്നിച്ചു നിൽക്കുന്ന അതിന് ഊർജം പകരുന്നതാവട്ടെ ഈ പാർട്ടി കോൺഗ്രസ് എന്ന് ഞാൻ ആശംസിച്ചു. ഓക്കെ, ശരി, ഓക്കെ, റൈറ്റ്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ കൂടി അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഞാൻ ഇവിടെ നിന്നായതുകൊണ്ട് പൂർണ്ണമായി എനിക്കത് അത്ര കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, പല ഘട്ടത്തിലും ആ പ്രശ്നം ഉണ്ടായിരുന്നു. താങ്കളുടെ കൂടി ഒരു കമൻറ്റോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, ഈ വർഗീയ കക്ഷികളുമായി കേരള സർക്കാരും അതിനെ നയിക്കുന്നവരും കൂട്ടുകൂടുന്നു എന്ന ആക്ഷേപമാണ് വസന്ത് ആവർത്തിച്ച് പറയുന്നത്. കോൺഗ്രസ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇല്ലാ കഥ ആയിട്ടാണ് എനിക്കതിനെ പറ്റി തോന്നുന്ന ഒരു കാര്യം. നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വസ്തുത എന്നുള്ളത്. ഒരു പ്രശ്നത്തിൽ, ഏതൊരു പ്രശ്നത്തിലാണെങ്കിലും ശരി, ഒരു നിലപാടാണ് പ്രശ്നം. വസന്തേ, ഒരു നിലപാട് സ്വീകരിക്കുക ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവരുടെ തനിനിറം അവർ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതോടുകൂടി ആ കൂട്ടുകെട്ട് തന്നെ ഇല്ലാതായി പോകുന്ന സ്വാഭാവികമാണല്ലോ. അത്തരം കൂട്ടുകെട്ടുകൾ ഇല്ലാതായി പോകുന്ന, അങ്ങനെയാണ് ഇത് ഇല്ലാതായി പോകേണ്ടത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അത്ര ഒരു പൊസിഷനിങ്ങിന്റെ പ്രശ്നം, ഒരു നിലപാടെടുക്കുന്നതിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ യോജിപ്പോടുകൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സഖ്യകക്ഷികളായി നിങ്ങൾക്ക് മാറി തീരാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാനും ചെയ്യേണ്ടത്. താങ്കൾ പറഞ്ഞതിന് മറുപടിയായിട്ട് അത് സംബന്ധിച്ച് എനിക്കത് പറയാനുള്ളൂ. പക്ഷേ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുമ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലുള്ള സംഭവ വികാസങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുത്തിയിട്ട് രാഷ്ട്രീയമായ ദിശാബോധം, സംഘടനാപരമായ ദിശാബോധം ഇതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു കർമ്മ ഭൂമിയാണ് പാർട്ടി കോൺഗ്രസ് CPIM-നെ സംബന്ധിച്ച്. അത് വളരെ ഭംഗിയായി തന്നെ, ഫലപ്രദമായി തന്നെ ഈ ദിവസങ്ങളിൽ, ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുന്നത്. ശരി, ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ, ശ്രീ വസന്ത് പറഞ്ഞതുപോലെ യോജിച്ച ഐക്യനിര ഉണ്ടാവേണ്ടതുണ്ട്. ആ നിലയിൽ
രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഹിന്ദുത്വ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രതിപക്ഷ ഐക്യനിര, അതിൽ ഇപ്പോൾ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ CPIM രൂപം കൊടുക്കുന്ന കാഴ്ചപ്പാടുകൾ, നയങ്ങൾ, നിലപാടുകൾ, വരുന്ന വർഷം 3 വർഷക്കാലം ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകളും തന്ത്രങ്ങളുമൊക്കെ നിശ്ചയമായും അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഗുണഭോക്താക്കളായി മാറുക രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാവും, ജനാധിപത്യ മതേതര പാർട്ടികൾ തന്നെയാവും. ആ ഐക്യനിര കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചർച്ചകൾക്കാണ് ഇപ്പോൾ മധുരയിലെ പാർട്ടി കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ച മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷ നേതാവ് ഈ ചർച്ചയിൽ ഈ ബില്ലിനെ എതിർത്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടായിരിക്കുമോ പ്രതിപക്ഷം അവരുടെ നിലപാടുകൾ പൂർണ്ണമായും സഭയിൽ അവതരിപ്പിക്കുക? 10 മണിക്ക് ചർച്ച അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ളിൽ തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് കൂടുതലായും ഇനി പോകാനും ഇടയുള്ളത്. 9 PM അടക്കം ദില്ലിയിൽ നിന്ന് ആ വിവരങ്ങൾ കൂടുതലായി അറിയാം. മധുരയിൽ നിന്നുള്ള ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. വളരെയധികം ശ്രീ ജയചന്ദ്രൻ, ശ്രീ വസന്ത് സിറിയക് സഹകരിച്ചതിന്.